മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് നന്മയാണോ തിന്മയാണോ? അതേപോലെ തന്നെ എല്ലാവരെയും ഈ കാറ്റഗറിയിലുള്ള എല്ലാവരെയും നമ്മൾ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഞാനൊരു മോട്ടിവേഷണൽ സ്പീക്കറെ അല്ല. രണ്ടും തമ്മിലുള്ള ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ മോട്ടിവേഷണൽ സ്പീക്കേഴ്സിൻ്റെ പ്രത്യേകത ഒരുപാട് നന്മ ചെയ്യുന്നുണ്ട്, ചില മോശങ്ങളും വരാറുണ്ട്. ഞാൻ രണ്ടും പറയാം, ഗുണവും ദോഷവും പറയാം. ഓഡിയൻസിൻ്റെ സൈസാണ് എപ്പോഴും മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ലാർജ് ഓഡിയൻസ്, അതൊരു കോൺഫറൻസുകളിലും കോർപ്പറേറ്റ് ഈവൻറ്റുകളിലും പബ്ലിക് ഈവൻറ്റുകളിലും വന്ന് 1 മണിക്കൂർ, അരമണിക്കൂർ, 2 മണിക്കൂർ വരെയൊക്കെ, മാക്സിമം വളരെ റയറായിട്ട് 3 മണിക്കൂർ. ഇതാണൊരു മോട്ടിവേഷണൽ ട്രെയിനറുടെ സാധാരണഗതിയിലുള്ള ഇത്. പിന്നെ അവരുപയോഗിക്കുന്ന കോണ്ടൻറ്റ് പ്രധാനമായിട്ട് സക്സസ് സ്റ്റോറീസ്, മോട്ടിവേഷണൽ മെസ്സേജസ് ആൻഡ് പേഴ്സണൽ അനക്ഡോട്ട്സ്, ഇതൊക്കെയാണ്. പിന്നെ ഇൻട്രാക്ഷൻ പൊതുവെ ലിമിറ്റഡ് ആയിരിക്കും, കാരണം വലിയ ഓഡിയൻസ് ആണല്ലോ. പിന്നെ ടൈം എപ്പോഴും ഷോർട്ട് ടൈം ആയിരിക്കും, ഷോർട്ട് ടൈം ഇവൻ്റ് ആയിട്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ അവർ എക്സ്പെർട്ടൈസ്, അതിന് പ്രത്യേക ഫോർമൽ ക്വാളിഫിക്കേഷൻസ് ഒന്നും ഒരു രാജ്യവും പറയുന്നില്ല. പിന്നെ ചിലപ്പം ചില ആൾക്കാർക്ക് എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ബിസിനസ് എക്സ്പീരിയൻസ് കാണും, ഒരുപാട് രാജ്യങ്ങളുമായിട്ടുള്ള എക്സ്പീരിയൻസ് കാണും, ഒരുപാട് പുസ്തകങ്ങൾ വായിച്ച എക്സ്പീരിയൻസ് കാണും. ഈ ട്രാൻസ്ഫോർമേഷണൽ ട്രെയിനേഴ്സ് എന്ന് പറഞ്ഞാൽ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഞാനൊരു ട്രാൻസ്ഫോർമേഷണൽ ട്രെയിനറാണ്. ഞാനൊരു ഇതിലും പോയിട്ടൊരു ചുരുങ്ങിയ സമയം കൊണ്ട് ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്ത് അതിനുള്ള കഴിവ് എനിക്കില്ല. ഈ ട്രാൻസ്ഫോർമേഷണൽ ട്രെയിനേഴ്സിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും ഒരു ഫോക്കസ് കുറച്ചുകൂടെ ഡീപ്പിലാണ്. അപ്പോൾ ഒരു പേഴ്സണൽ ചേഞ്ചസ് വരിക എന്നാണ്. അപ്പോൾ അവർക്ക് കൂടുതൽ ക്ലൈൻസ് ആണ്. ഒരു പ്രാവശ്യം കൊണ്ട് 2 പ്രാവശ്യം കൊണ്ടല്ല. ഒരു ട്രാൻസ്ഫോർമേഷണൽ ട്രെയിനറുടെ ട്രെയിനിങ് ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 പ്രാവശ്യമെങ്കിലും നമ്മൾ അറ്റൻഡ് ചെയ്താലേ പ്രയോജനമുള്ളൂ. അപ്പോൾ ഞാനും ലോകത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ട്രാൻസ്ഫോർമേഷണൽ ട്രെയിനേഴ്സിൻ്റെ എല്ലാ പ്രോഗ്രാംസും പോയി അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈ കോർ ബിഹേവിയറൽ ചേഞ്ച്, തോട്ട് പാറ്റേൺസിൻ്റെ ചേഞ്ച്, പിന്നെ നമ്മൾ വിജയത്തിന് തടസ്സം നിൽക്കുന്ന പേഴ്സണൽ ഇഷ്യൂസിനെ മാറ്റുക, പ്രൊഫഷണൽ ഗ്രോത്ത് കൊണ്ട്, ഇതൊക്കെയാണ് ഫോക്കസ്. അപ്പോൾ ഓഡിയൻസ് പൊതുവെ നമുക്ക് കുറച്ചുകൂടെ കുറവായിരിക്കും, മോട്ടിവേഷണൽ സ്പീക്കേഴ്സിനെ പോലെ അല്ല. ചില കേസിനകത്ത് അത് 1 to 1 സ്മോൾ ഗ്രൂപ്പും ആകും. പിന്നെ അതിനുപയോഗിക്കുന്ന കോണ്ടൻറ്റ് ഒരു ഡീപ്പ് പേഴ്സണൽ ഡെവലപ്മെൻറ്റ്, സെൽഫ് അവെയർനെസ്, ബിഹേവിയറൽ ചേഞ്ച്, ഇതൊക്കെയാണ്. അപ്പോൾ അത് പലപ്പോഴും ഹൈ ഇൻറ്ററാക്ഷൻ ആയിരിക്കും. ഇൻറ്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ അവർ പലപ്പോഴും എഴുതണം, പ്രതികരിക്കണം, ചോദിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ കൈ പൊക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അതിന് ഒരു പ്രതികരണം വന്നുകൊണ്ടിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇതൊരു ഒറ്റ പ്രാവശ്യം കൊണ്ട് തീരുമല്ല, വീണ്ടും വീണ്ടും അതിന് പിന്നെ ഫോളോ അപ്പ് ആവശ്യമാണ്, അക്കൗണ്ടബിലിറ്റി ഉണ്ട്. ഡ്യൂറേഷൻ കുറച്ചുകൂടെ ലോങ് ആണ്. സാധാരണഗതിയിൽ ഞാൻ എടുക്കുന്ന ട്രെയിനിങ്ങിനകത്ത് 4 days ഫുൾ ടൈം, ദാറ്റ് മീൻസ് 10 hours ഇൻ എ ഡേ, 4 days. ദാറ്റ് മീൻസ് ഒരു നല്ല പ്രോഗ്രാം ഞാൻ ചെയ്ത് തീർക്കുമ്പോൾ 40 hours ആകും. നല്ല പ്രിപ്പറേഷൻസൊക്കെ നടത്തിയതിന് ശേഷം ഒരുപാട് കാലത്തെ മാസങ്ങളത്തെ പ്രിപ്പറേഷനും വരുന്ന ആൾക്കാരും പല ഈ ട്രാൻസ്ഫോർമേഷണൽ ട്രെയിനേഴ്സിൻ്റെ ഇങ്ങനെയാണ്. അപ്പോൾ നാട്ടിൽ നമുക്കൊരു ഇതുണ്ട്, ഇതിന് രണ്ടിനെയും കൂടെ, മോട്ടിവേഷണൽ സ്പീക്കേഴ്സിനെയും ട്രാൻസ്ഫോർമേഷണൽ ട്രെയിനേഴ്സിനെയും ഒന്നായിട്ടാണ്. അല്ല, മോട്ടിവേഷണൽ ട്രെയിനേഴ്സ് പലപ്പോഴും മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് പലപ്പോഴും ചിലപ്പോൾ ജോക്സ് പറയും, എൻ്റർടൈൻ ചെയ്യും. ഈ ട്രാൻസ്ഫോർമേഷണൽ ട്രെയിനേഴ്സിന് അങ്ങനെ അല്ല. അപ്പോൾ ഞാൻ പറഞ്ഞ് ലോങ് ടൈം ആയിരിക്കണം. അതുപോലെ തന്നെ എക്സ്പെർട്ടൈസ് വരുമ്പോൾ എക്സ്റ്റെൻസീവ് നോളജ്, സൈക്കോളജി മസ്റ്റാണ്. കോച്ചിങ് എക്സ്പീരിയൻസ്, കോച്ചിങ് ടെക്നിക്സ്, പേഴ്സണൽ ഡെവലപ്മെൻറ്റ്, ഇതൊക്കെയാണ്. മറ്റ് മൂന്നാമതായിട്ടൊരു ട്രെയിനർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് ട്രെയിനേഴ്സ്. കോർപ്പറേറ്റ് ട്രെയിനേഴ്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് കോർപ്പറേറ്റ്സ് നമ്മളെ എൻഗേജ് ചെയ്യുകയാണ്. അതിനകത്ത് എംപ്ലോയീസിൻ്റെ അവർക്ക് മാറ്റം വരുത്താനായിട്ട്, അവരെ ഒരു പർട്ടിക്കുലർ റിസൾട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ അവിടെ നമുക്ക് ട്രെയിനിങ് കൊടുക്കണം, ഡെവലപ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ പ്രോഗ്രാം വിത്തിൻ ദ ഓർഗനൈസേഷൻ, പബ്ലിക്കിന് അതിനധികം കൊടുക്കില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ എടുക്കുന്നതിനകത്ത് കേരള പോലീസിൽ എടുക്കാറുണ്ട്, ജുഡീഷ്യറിൽ എടുക്കാറുണ്ട്, അതുപോലെ പല കേരള ഗവൺമെൻറ്റിനകത്ത്. ഇപ്പോൾ അടുത്ത കാലത്ത് ഞാൻ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് മൊത്തം ആൾക്കാർക്ക്, അപ്പോൾ രാവിലെ 9 o'clock തുടങ്ങി 5 o'clock വരെ നോൺ സ്റ്റോപ്പാണ്. കുറച്ച് കാലം മുമ്പ് ഞാനൊരു പഞ്ചായത്ത് പ്രസിഡന്റുമാർ 200 പഞ്ചായത്ത് പ്രസിഡന്റുമാരെ ലേ മെറിഡിയനിൽ വെച്ച് നടത്തി. അപ്പോൾ അത് ഗവൺമെൻറ് തന്നെ ഓർഗനൈസ് ചെയ്ത്, ഗവൺമെൻറ് തന്നെ ഇതിൻ്റെ എക്സ്പെൻഡിച്ചർ എല്ലാം മുടക്കി, എല്ലാ ഫെസിലിറ്റിയോടും കൂടി വരുന്നവരാണത്.
ഓക്കെ. അപ്പോൾ അങ്ങനെ വരുന്നതെന്ന് പറഞ്ഞാൽ അതിൽ കോർപ്പറേറ്റ് ട്രെയിനിങ് എന്ന് പറയാം. അപ്പോൾ അവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും അവരുടെ കഴിവുകളെ എൻഹാൻസ് ചെയ്യുക, അവരുടെ പർപ്പസിലേക്ക് കൊണ്ടുവരിക, ഇതൊക്കെയാണ് പെർഫോമൻസ്, ഓർഗനൈസേഷണൽ ഗോളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഓഡിയൻസ് സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീഡിയം സൈസൊക്കെ ആയിരിക്കും, സ്മോൾ ഓർ മീഡിയം, വിത്തിൻ ദ ഓർഗനൈസേഷൻ മാത്രമേ വരത്തുള്ളൂ. ഇപ്പം ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ നടത്തിയപ്പോഴത്തേക്കും പുറത്തുനിന്നുള്ള ആരെയും തന്നെ നമ്മളതിനകത്ത് കയറ്റിയില്ല. ഈവൻ നമ്മുടെ കുടുംബശ്രീയുടെ സ്റ്റേറ്റ് ലെവലിലുള്ള ട്രെയിനേഴ്സിനും ഓർഗനൈസേഷനും ഗവൺമെൻറ് ഏജൻസീസിനും അവർക്ക് മാത്രമായിരുന്നു. ഞാൻ 2-3 ദിവസമായിരുന്നു. അപ്പോൾ വേറെ ആർക്കും അതിനകത്ത് നിന്ന് വരാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ സൈഡിൽ നിന്ന് പോലും ഒരു ഒബ്സർവർ പോലും പറ്റില്ല. ഓക്കെ. പിന്നെ അപ്പോൾ ഇതിൻ്റെ കോണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും കോർപ്പറേറ്റ് ട്രെയിനിങ്ങിനകത്ത് വരുമ്പം നമുക്ക് ടെക്നിക്കൽ സ്കിൽസ്, സോഫ്റ്റ് സ്കിൽസ്, ലൈഫ് സ്കിൽസ്, മാനേജ്മെൻറ്റ് ടൂൾസ്, ഇതൊക്കെ ആയിരിക്കും. അപ്പോൾ കൂടുതലും ഇൻട്രാക്ഷൻസ്, അവരുടെ പ്രശ്നങ്ങൾക്ക് പ്രതിവിധി, നമ്മൾ ഫുൾ ഡേ വർക്ക്ഷോപ്പായിട്ടൊക്കെ നടത്തും. അപ്പോൾ ഡ്യൂറേഷൻ പലപ്പോഴും ലോങ് ടൈം ആയിരിക്കും. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്, IMG, ഇവർക്കൊക്കെ നേരത്തെ ഒരുപാട് ഇവൻ 1990 മുതൽ ഞാൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊരു സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഇൻറ്റേർണലി നടത്തുന്നതാണ്. അപ്പോൾ അതിന് ഒരു ഫോർമൽ എഡ്യൂക്കേഷനും ഫോർമൽ ക്വാളിഫിക്കേഷനും ഒക്കെ വേണം. അപ്പം പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റ് എക്സ്പേർട്സ് ആയിട്ട് വിളിക്കുന്നത് ഇപ്പോൾ UGCയുടെ ക്ലാസ്സുകൾക്ക് ഞാൻ നേരത്തെ പോകുമായിരുന്നു. UGC നടത്തുന്ന ഈ പ്രൊഫസേഴ്സ് ആൻഡ് ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾക്ക് പോകുമായിരുന്നു. പിന്നെ മറ്റൊതെന്ന് പറഞ്ഞാൽ ലൈഫ് കോച്ചസ് എപ്പോഴും ഇൻഡിപെൻഡൻ്റാണ്. അപ്പം ആബ്സല്യൂട്ട്ലി ഇൻഡിപെൻഡൻ്റ് ആണ്. കാരണം അവർക്ക് അതിങ്ങനെയല്ല, ഒരു വർഷത്തേക്ക് 6 മാസത്തേക്കൊക്കെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ചേഞ്ചസിന് വേണ്ടി നമ്മൾ എടുക്കുകയാണ്. അത് കൂടുതലും 1-on-1 ആണ്. അപ്പോൾ അവിടെ നമുക്ക് ഉപയോഗിക്കുന്നത് കോണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ലൈഫ് കോച്ച് ചെയ്യുന്നത് ഗോൾ സെറ്റിംഗ്, ജീവിത ലക്ഷ്യങ്ങൾ ഫിക്സ് ചെയ്തതോടുകൂടി തന്നെ നമ്മൾ പകുതി രക്ഷപ്പെട്ടു. പേഴ്സണൽ ഡെവലപ്മെൻ്റ് ഉണ്ട്. ആൻഡ് എങ്ങനെയൊക്കെ നമുക്ക് അതിലുള്ള വി ക്യാൻ ഓവർകം ദ ഓബ്സ്റ്റക്കിൾസ്, എങ്ങനെ ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം അവർ റെഗുലർ സെഷൻസ് ആയിട്ട് കണ്ടിന്യൂസ് സപ്പോർട്ടൊക്കെ വേണ്ടി വരും അവർക്ക്. അപ്പോൾ ആഴ്ചയിൽ 1 വെച്ചെങ്കിലും ക്ലാസ് എടുക്കും. ചിലപ്പോൾ അത് 1 hour ആയിരിക്കും കൂടുതലായിട്ടും, 1-to-1 ആയിരിക്കും ഒരുപാടെണ്ണം എടുക്കുന്നത്. അത് നമുക്ക് എന്താണ് കോച്ചസിനുള്ളതാണ്. അതിൻ്റെ റെമ്യൂണറേഷനും സാധാരണ ഇതിലൊരു 2 lakhs ഒക്കെ വരും. കാരണം വെച്ചാൽ ഓരോ വ്യക്തിക്കും വേണ്ടി പ്രത്യേകമായിട്ട് ട്രെയിനർ ഇല്ല കോച്ച് പ്രിപ്പയർ ചെയ്യണം, ഫയൽ പ്രിപ്പയർ ചെയ്യണം, അവർക്ക് വേണ്ടി പ്രത്യേക സ്റ്റഡി നടത്തണം. അപ്പോൾ വളരെ ലോങ് ടൈം എൻഗേജ്മെൻറ്റ്, ഭയങ്കര ലാഭമാണ്, ക്ലയൻസിനും വളരെ ലാഭമാണ്. അപ്പം ഇതൊക്കെയാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ ഇനി ഈ മോട്ടിവേഷണൽ സ്പീക്കേഴ്സിനെ കൊണ്ടുള്ള ബെനിഫിറ്റ് അവരെ കംപ്ലീറ്റ് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. നല്ല മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഒരുപാട് പേരുണ്ട്, നമുക്ക് അതുകൊണ്ട് നേട്ടമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 1 മണിക്കൂർ 2 മണിക്കൂറുണ്ട് വളരെ ഇൻക്രീസ്ഡ് ആയിട്ടൊരു മോട്ടിവേഷൻ, ഒരു ഇൻസ്പിറേഷൻ വരും. നമുക്കറിയാവുന്ന പല കാര്യങ്ങൾ തന്നെ പെട്ടെന്ന് പുതിയൊരു കോണ്ടെക്സ്റ്റിൽ വരും. അപ്പോൾ ഈ നോളജ് എപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നതിന് 2 കാര്യമുണ്ട്, കോണ്ടൻറ്റും ഉണ്ട്, കോണ്ടെക്സ്റ്റും ഉണ്ട്. അപ്പോൾ ഒരു പ്രത്യേക കോണ്ടെക്സ്റ്റിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് മോട്ടിവേഷണൽ സ്പീക്കേഴ്സ്. അപ്പോൾ അവിടെ പലപ്പോഴും എൻഹാൻസ് സെൽഫ് കോൺഫിഡൻസ് അതിനകത്ത് വരും, പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്കും പുതിയൊരു പെർസ്പെക്റ്റീവിലേക്ക് അവരെ മാറ്റാനായിട്ടും മോട്ടിവേഷണൽ സ്പീക്കേഴ്സിന് പറ്റും. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഈ സെയിം മേഖലയിൽ ഉള്ളതോ മറ്റു മേഖലയിലുള്ള ആൾക്കാരെക്കുറിച്ച് നല്ലതുപോലെ പഠിച്ചിട്ട് ആ ഒരു കാര്യമെല്ലാം ഇവർക്ക് ടൈലർ മെയ്ഡായിട്ടായിരിക്കും കൊടുക്കുന്നത്. പിന്നെ മെൻ്റൽ ഹെൽത്ത് ബെനിഫിറ്റ്സ് അവർക്ക് ഒരുപാടുണ്ടാകും. പിന്നെ ആങ്സൈറ്റി റെഡ്യൂസ് ചെയ്യും, സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ എൻഹാൻസ്ഡ് പെർഫോമൻസ് ചിലപ്പോൾ ഇതിൻ്റെ പേരിൽ വരും, എൻഹാൻസ്ഡ് ക്രിയേറ്റിവിറ്റി വരും. നമുക്കതുകൊണ്ട് ചിലപ്പോൾ അതിൽ നിന്ന് പഠിക്കുന്ന പല കാര്യങ്ങളും ഇന്നോവേഷൻസ് നടത്താൻ പറ്റും. അതുപോലെ നമുക്ക് ലീഡർഷിപ്പ് ഇൻഫ്ലുവൻസ് വരും. ഇതിനൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഒരു ആൾക്ക് വേണ്ടി അവർക്ക് ചെയ്യാനായിട്ട് സമയം കിട്ടില്ല. അവിടെ നമുക്ക് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് ചിലർ കൊണ്ട് നടക്കും. അപ്പോൾ അത് ചിലപ്പോൾ നടന്നൊന്നും വരത്തില്ല, ടെമ്പററി ആയിട്ടാണ്. എൻ്റെ ഗുരു ഡോക്ടർ ജിതിരാഡിയെ പറയാറുണ്ട്, എപ്പോഴും മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് എ കൈൻഡ് ഓഫ് വയാഗ്ര ഇഫക്റ്റ് ആണ്. ആവശ്യത്തിന് മാത്രം, അന്നേരത്തേക്ക് മാത്രം ഉപയോഗിക്കുന്നതാണ്. അത് കഴിയുമ്പോഴത്തേക്കും വീണ്ടും മോട്ടിവേഷൻ ഡൗൺ ആകും. ഇല്ലെങ്കിൽ നമ്മൾ വിസ്കി കുടിക്കുന്ന ആൾക്കാർ, ഇല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ലിക്കർ കഴിക്കുന്ന ആൾക്കാർക്ക് താൽക്കാലികമായിട്ട് കിട്ടുന്നൊരു കിക്ക് പോലെ എന്ന് പുള്ളി പറയാറുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് ഒരു ടെമ്പററി മോട്ടിവേഷനാണ്. കാര്യങ്ങൾ വളരെ ഓവർ സിംപ്ലിഫൈഡ്, അത് ആർക്കും പറ്റുന്ന എന്നുള്ളൊരു ഫീലിംഗ്. ചില ആൾക്കാർക്ക് അത് ചിലപ്പോൾ ഗുണമായിരിക്കും. പിന്നെ പ്രാക്ടിക്കൽ അഡ്വൈസ് ചിലപ്പോൾ കുറവായിരിക്കും. ഈ കമ്പാരിസൺസ് ചിലപ്പം സഫീഷ്യൻ്റ് ആയിട്ട് കാണത്തില്ല. പിന്നെ ചില ആൾക്കാരത് ഇമോഷണൽ മാനിപ്പുലേഷൻസ്, ചാലഞ്ചസ് ഒക്കെ ചിലപ്പോൾ കൊണ്ടുവരും.
ലാക്ക് ഓഫ് പേഴ്സണലൈസേഷൻ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഇതെല്ലാം കൂടെ അടങ്ങുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ എല്ലാവരെയും നമ്മുടെ സമൂഹം കാണുന്നത് മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് എന്നെ പലപ്പോഴും പരിചയപ്പെടുത്തുന്ന മോട്ടിവേഷണൽ സ്പീക്കർ എന്ന് പറഞ്ഞാൽ ഐ എം നോട്ട് എ മോട്ടിവേഷണൽ സ്പീക്കർ അറ്റ് ഓൾ. മോട്ടിവേഷണൽ സ്പീക്കർ ആണെന്ന് പറയാനേ പറ്റില്ല. ഞാനൊരു ട്രാൻസ്ഫോർമേഷണൽ ട്രെയിനർ ആൻഡ് ട്രാൻസ്ഫോർമേഷണൽ കോച്ചാണ്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് പഠിപ്പിച്ചെടുത്ത ആൾക്കാർ, ഈ മേഖല ഞാൻ പഠിപ്പിച്ചെടുത്ത ആൾക്കാർ തന്നെ. മൈൻഡ് പവറാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നെ ബിസിനസ്സിനും ഈ എവിഡൻസ് ബേസ്ഡ് ട്രെയിനിങ് എന്ന് പറയും. നമുക്കിപ്പോൾ ഒരാളിൻ്റെ മൈൻഡ് മെച്ചപ്പെടുത്തി എന്നുള്ളതോ കുടുംബജീവിതം മെച്ചപ്പെട്ടെന്നുള്ളതോ നമുക്ക് ഒരാൾക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എവിഡൻസ് ബേസ്ഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം നമുക്ക് നല്ല തലവേദനയായി, തലവേദനയ്ക്ക് നമ്മളൊരു പിന്നെ മോഡേൺ മെഡിസിൻ്റെ ഒരു ഗുളിക കഴിച്ചു. 1 മണിക്കൂർ കഴിയുമ്പോൾ തലവേദന കുറഞ്ഞു. നല്ല വോമിറ്റിംഗ് ഉണ്ടായിരുന്നു. മോഡേൺ മെഡിസിൻ്റെ ഒരു ഗുളിക കഴിച്ചു. നമുക്കത് വോമിറ്റിംഗ് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് സ്റ്റോപ്പ് ചെയ്തത്. ഇത് എവിഡൻസ് ബേസ്ഡ്. ഓക്കെ. അപ്പം ഈ നമ്മൾ കൊടുക്കുന്ന, ഇപ്പം ഞാൻ ഇതിൻ്റെ ഒരുപാട് പേരെന്നെ അവർ ഡീമോട്ടിവേറ്റഡ് ആയിട്ട് കഴിഞ്ഞ ദിവസം എന്നെ വിളിക്കുകയുണ്ടായി, നമ്മുടെ തന്നെ ട്രെയിനേഴ്സ്. അപ്പോൾ ഞാൻ അവരുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് പറയുകയാണ്. ആക്ച്വലി നമ്മുടെ റിലവൻസ് പോവുകയല്ല, സമൂഹത്തിൽ കുറച്ചുകൂടെ കൂടുകയാണ് ചെയ്തിട്ട്. ട്രാൻസ്ഫോർമേഷണൽ ട്രെയിനേഴ്സും മൈൻഡ് പവർ ട്രെയിനേഴ്സ് എപ്പോഴും ട്രാൻസ്ഫോർമേഷണൽ ട്രെയിനേഴ്സാണ്. ട്രാൻസ്ഫോർമേഷണൽ ഇൻഡസ്ട്രി എന്ന് വേണേൽ പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരെ ഒരു നിൽക്കുന്ന ലെവലിൽ നിന്നും അടുത്ത ലെവലിലേക്ക് അവർ സബ്ജക്റ്റ് പഠിക്കുമായിരിക്കും, നാളെ ഒരു പ്രൊഫസേഴ്സ് ആകുമായിരിക്കും, യൂണിവേഴ്സിറ്റി ടീച്ചർ ആകുമായിരിക്കും, എന്തായി കഴിഞ്ഞാലും ശരി. അപ്പോൾ അവരിലൊരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ വേണ്ടി ഒരു ലോങ്ങർ ടേമാണ് എപ്പോഴും നമ്മളത് ഇൻവോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മൈൻഡ് പവർ ട്രെയിനിങ് കൊടുത്ത് ഈ മേഖല തന്നെ വർക്ക് ചെയ്യുന്ന ഏതാണ്ട് 132 പേരാണുള്ളത്. അപ്പോൾ ഇവരാരും ഒരു സ്ഥലത്ത് ചെന്നിട്ട് ആൾക്കാരെ, നമ്മൾ ഓഡിയൻസിനെ ഒരിക്കലും ചാലഞ്ച് ചെയ്തുകൊണ്ട് സംസാരിക്കത്തില്ല, അവരെ കളിയാക്കിക്കൊണ്ട് സംസാരിക്കുകയോ ഒന്നും ചെയ്തില്ല. അപ്പോൾ ഒരു ട്രെയിനർക്ക് വേണ്ട യോഗ്യതയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എമ്പതി ഉണ്ടായിരിക്കുക. എമ്പതി എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ഒരാളിൻ്റെ ഫീലിങ്ങിനെ, ഒരു മോശം ഫീലിങ്ങിനെ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഇപ്പം അയാൾ ഭക്ഷണം കഴിക്കാതെ വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് പെട്ടെന്നത് ട്രെയിനർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റണം. അയാൾ വളരെ ഡിപ്രസ്ഡ് ആണെങ്കിൽ ആ ഫീലിങ്, ആ എമ്പതി പെട്ടെന്ന് ട്രെയിനറുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അപ്പോൾ ഈ സാധാരണഗതിയിൽ എൻ്റെ ഈ ട്രാൻസ്ഫോർമേഷണൽ പ്രോഗ്രാം 1 day or 2 day or 4 days പ്രോഗ്രാം ചെയ്തതിന് ശേഷം അവർക്ക് ട്രെയിനറാകാൻ വലിയ താല്പര്യമുണ്ട് എന്ന് പറയുന്ന ആൾക്കാരെ എടുത്ത് കുറേ നാൾ വെയിറ്റ് ചെയ്യിച്ച് നിർത്തിയതിന് ശേഷം അവർക്ക് ഈ 12 ദിവസമൊക്കെ എൻ്റെ കൂടെ തന്നെ താമസിച്ച് വളരെ 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 അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, അപ്പോൾ മോർണിംഗ് ടു മിഡ് നൈറ്റ് അവർക്ക് കൊടുത്തൊരു വലിയ ട്രാൻസ്ഫോർമേഷൻ വരുത്തി. അതിനകത്ത് കോഡ് ഓഫ് കോണ്ടാക്റ്റ് കാണും, കോഡ് ഓഫ് ഓണർ കാണും, അവസാനം എക്സാമൊക്കെ നടത്തി അവർക്ക് സർട്ടിഫിക്കേഷനൊക്കെ ചെയ്തതിന് ശേഷമാണ്. അപ്പോൾ അവർക്ക് എഡ്യൂക്കേറ്റഡ് മാനേഴ്സ്, നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ഫൗളായിട്ടൊരു വാക്കുപോലും നമ്മളുടെ ഓഡിയൻസിനെ ഹർട്ട് ചെയ്യുന്നതോ ഇല്ലെങ്കിൽ അവരെ ഇൻസൾട്ട് ചെയ്യുന്നതായിട്ട് ഒരു വാക്ക് പോലും വരാതെയാണ് പലപ്പോഴും അവരെ ട്രെയിൻ ചെയ്ത് പുറത്തേക്ക് അവരുടെ ട്രെയിനിങ്ങിനുള്ള സർട്ടിഫിക്കേഷൻ കൊടുത്തിട്ട് വിടുക. പിന്നെ അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏതാണ്ട് അവരെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ ഫീഡ്ബാക്ക് കേട്ട് കഴിഞ്ഞാലും അവർ കൊടുക്കുന്ന അതിനനുസരണമായിട്ട്, എങ്ങനെയാണ് അവർ ട്രെയിൻഡ് ആയിട്ടുള്ള അതിന് അനുസരണമായിട്ടാണ്. അതേപോലെ തന്നെ ഞാൻ കൊടുക്കുന്നത് ഏതാണ്ട് ഇതേപോലൊക്കെ തന്നെയാണ്. ആ സമയത്ത് എൻ്റെ ട്രെയിനിങ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു, രണ്ടാമത്തെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു, മൂന്നാമത്തെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു, നാലാമത്തെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു. അപ്പോൾ അവർ വരുമ്പം തന്നെ അവരുടെ ഉദ്ദേശം, അവർക്കൊരു ട്രെയിനർ നമുക്ക് ഈ 10-12 ദിവസം എൻ്റെ കൂടെ നിന്ന് ഡിസിപ്ലിന് പോകാൻ താല്പര്യമില്ല. അവർക്ക് ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ അറിയാം, അതിൻ്റെ കൂടെ കുറേ കാര്യങ്ങളും കൂടെ എൻ്റെ കുറേ പോയിൻറ്റും കൂടെ വെച്ചുകൊണ്ട് മാർക്കറ്റിൽ വിൽക്കാൻ പറ്റും. തന്നെയല്ല, എനിക്ക് 42 പുസ്തകങ്ങളുണ്ട്. അപ്പം ആ പുസ്തകങ്ങൾ ഇത് ചെയ്യാം. അപ്പോൾ അവർ പലപ്പോഴും എൻ്റെ ഒരു ശിഷ്യനാണെന്ന് അവർ അക്നോളജ് ചെയ്യത്തില്ല. അപ്പം ഞാൻ ട്രെയിൻ ചെയ്ത് എക്സാം നടത്തി സർട്ടിഫിക്കറ്റൊക്കെ കൊടുത്തിട്ടുള്ള ആൾക്കാർ ഞാൻ ട്രെയിൻ ചെയ്തെന്ന് അവർ തുറന്ന് പറയും. ഇപ്പം ഞാൻ പറയുന്നില്ലേ, എൻ്റെ ഗുരു ഡോക്ടർ ജിതേന്ദ്രാദ്യ അദ്ദേഹമാണെന്ന് എനിക്ക് പറയുമ്പോൾ, അപ്പോൾ ഗുജറാത്തിലെ വളരെ പ്രോമിനൻ്റ് ആയിട്ടൊരു മെഡിക്കൽ പ്രൊഫസറാണ് അദ്ദേഹം. ഞാൻ വളരെ അഭിമാനത്തോടു കൂടി അദ്ദേഹത്തെ കാണുന്നത്. അപ്പം ഞാൻ അത് എൻ്റെ സോഴ്സ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ട്രെയിനേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഇന്ന ബുക്കിൽ ഇന്ന ഭാഗത്തുനിന്ന് ഇന്ന എക്സ്പ്ലനേഷൻ എന്ന് പറയും. അപ്പോൾ എൻ്റെ ട്രെയിനേഴ്സ് എല്ലാം എൻ്റെ 42 പുസ്തകങ്ങളിനകത്തുനിന്ന് അവർ പഠിക്കാനോ അതിൽ നിന്ന് ട്രെയിനിങ് എടുക്കാനോ അതിനുള്ള എറ്റിക്കേറ്റ്സ് പാലിക്കാനൊക്കെ അവർക്ക് അറിയാം. ആ രീതിയിലാണ്. ചിലപ്പോൾ ചില സമയക്കുറവ് കൊണ്ട് അവർ കുറച്ച് മാത്രമേ ട്രെയിനിങ് എടുക്കത്തുള്ളൂ, പക്ഷെ അവർ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവർക്ക് അതിനുള്ളൊരു ട്രഡീഷനും മറ്റുമൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു എന്നും പറഞ്ഞൊരു ഞാൻ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ട്യൂൺ ചെയ്തിട്ടുള്ള ആളല്ലാത്തവരുണ്ട്. അപ്പോൾ അവർ ചിലപ്പോൾ ചെയ്യുമ്പോഴത്തേക്കും
ഒരുപക്ഷെ ചിലപ്പം അതിൽ ചില പിഴവുകൾ പറ്റും, ബുദ്ധിമുട്ടുകൾ പറ്റും, ചിലപ്പം ഹർട്ട് പറ്റും. അത് ഒരു ട്രെയിനർ എന്നുള്ള നിലയ്ക്ക് ഒരു മെൻറ്റർ അവരെ കൊണ്ടുപോയിട്ടില്ലാത്തത് കൊണ്ടുള്ള അപാകതകൾ ചിലപ്പോൾ വേണേൽ വരാം. അപ്പോൾ എന്തായാലും പൊതുവെ നിങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് പിന്നെ എപ്പോഴും ഈ മോട്ടിവേഷണൽ സ്പീക്കർ ആൻഡ് ട്രാൻസ്ഫോർമേഷണൽ ട്രെയിനർ ആൻഡ് കോർപ്പറേറ്റ് ട്രെയിനേഴ്സ് ഇവർ മൂന്നുമാണ് ഡിഫറെൻ്റ് ആണ്, ഒരു ബന്ധവുമില്ല. അതിൽ നിന്ന് ഡിഫറെൻ്റ് ആണ് കോച്ചസ്. കോച്ചസ് 1-on-1 ആണ്, ഒരാളും വേറൊരാളുമായിട്ട് ഓൺലൈനിലൊക്കെ ഇരുന്ന് അല്ലെങ്കിൽ നേരിട്ടൊക്കെ ഇരുന്ന് 6 മാസത്തേക്ക് 1 വർഷത്തേക്കൊക്കെ മിനിമം അയാളെ ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് ലൈഫ് കോച്ചസായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഞാനൊരു കാര്യം ചെയ്യാം, ഇതിനെക്കുറിച്ച് നിങ്ങൾ ആഗ്രഹിച്ച മുഴുവൻ മെസ്സേജ് പക്ഷേ എനിക്ക് തരാൻ പറ്റിയിരുന്നില്ല. ഞാൻ എനിക്ക് തോന്നുന്നൊരു 3-4 വീഡിയോയിലേ തീരുള്ളൂ. അപ്പം ഞാൻ അതിൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, മെസ്സേജ് വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഞാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, മോട്ടിവേഷണൽ ട്രെയിനിങ്ങിൽ നമ്മുടെ സ്റ്റാറ്റസ് എന്താണ്, ഇന്ത്യയിലെ സ്റ്റാറ്റസ് എന്താണ്, ഗ്ലോബലിയുള്ള സ്റ്റാറ്റസ് എന്താണ്, എന്താണ് മോട്ടിവേഷണൽ സ്പീക്കേഴ്സ്, ഇന്ത്യക്ക് എവിടെയാണ് സാധ്യത, ഇന്ത്യയിലുള്ള വ്യത്യാസം എന്താണെന്നൊക്കെ ഞാൻ അടുത്ത മറ്റൊരു വീഡിയോയിൽ നെക്സ്റ്റ് ഡേ തന്നെ ഞാനിതിൽ തരാം. ഓൾ ദി ബെസ്റ്റ്.